നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജനുവരി മാസം 4-ാം തീയതി മുതൽ ജനുവരി മാസം 10-ാം തീയതി വരെയുള്ള ഒരാഴ്ച 27 നക്ഷത്രങ്ങളും അടങ്ങുന്ന 12 കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂർ, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം മാതൃകുടുംബത്തിൽ നിന്നും ഒന്നുകിൽ മാതൃകുടുംബത്തിൽ തറവാട് ഭാഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മാതാവിൻ്റെ കുടുംബ ബന്ധുക്കളുടെ മാതാവിൻ്റെ രക്തബന്ധത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില മംഗള മുഹൂർത്തങ്ങൾ അവരുടെ ഭവനങ്ങളിൽ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യലോ അവിടെ താമസിക്കലോ അല്ലെങ്കിൽ പുതിയ വാഹനം വരുന്നതിൻ്റെ ഭാഗമായി ഈ പഴയ തറവാട്ടിലുള്ള ആൾക്കാരെയൊക്കെ വാഹനത്തിൽ ഇരുത്തി ഒരു യാത്ര പോകുന്നതൊക്കെ ആകുന്നുണ്ട് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും വിഷമഘട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് തരണം ചെയ്യുന്നതായി കാണുന്നു ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. അതുപോലെ തന്നെ ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആശ്രിതർ, രക്തബന്ധത്തിൽപ്പെട്ടവർ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ കൈക്കൊള്ളുന്നതായിട്ട് കാണുന്നു. ഏതായാലും പൊതുവെ ഗുണകരമാണ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. എന്നാൽ ആഴ്ചയുടെ രണ്ടാം പകുതി ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് ഇവർക്ക് മേടക്കൂറിന് കൂടുതൽ ഗുണകരം. അത് ഏത് വിധത്തിലെന്നാൽ ഇവരുടെ പ്രവർത്തനങ്ങളിലും ഇവരുടെ സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലുമാണ്. കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടായിരുന്നെങ്കിൽ അത് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ പരിഹരിക്കുന്നതായി കാണുന്നു. അതുപോലെ സാമ്പത്തികമായി വളരെ ലാഭമുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ചും കടബാധ്യത എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ കടബാധ്യതയിൽ ആശ്വാസം വരുത്തക്കവണ്ണമുള്ള സാമ്പത്തിക സ്ഥിതി ഇവർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ വരുന്നു. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റമോ കുറവോ മറ്റുള്ളവർ ആരോപിച്ച് അങ്ങനെ പ്രവർത്തനങ്ങൾക്കൊരു മുടക്കം വന്നിരുന്നെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടുകയും ആ പരിഹാസങ്ങളും വിമർശനങ്ങളുമൊക്കെ മാറുകയും ചെയ്യുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ മുടക്കം വന്ന പ്രവർത്തനങ്ങൾ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ വീണ്ടും മുന്നോട്ട് പോകുവാനുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സ്ഥാപനങ്ങളിലോ ധനകാര്യ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സർക്കാർ സംബന്ധമായ സ്ഥാപനങ്ങളിലോ വായ്പയ്ക്ക് വല്ലതും അപേക്ഷിച്ചിരുന്നുവെങ്കിൽ അത് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അനുവാദം ലഭിച്ചതായി കാണുന്നു. പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുന്നു. ദാമ്പത്യത്തിലുണ്ടായിരുന്ന കലഹവും പ്രശ്നങ്ങളും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ പരിഹരിക്കപ്പെടുന്നു. അതുകൊണ്ട് പൊതുവെ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളാണ് കൂടുതൽ ഗുണകരം. ആദ്യ ദിവസങ്ങൾ വളരെ സാമ്പത്തിക ദോഷമോ വളരെ സാമ്പത്തികമായ ഗുണമോ അല്ലെങ്കിൽ മറ്റ് സുഖങ്ങളോ ഒന്നും കിട്ടിയില്ല എങ്കിലും പൊതുവെ ഇവർക്ക് ഗുണകരം തന്നെയാണ്. പ്രത്യേകിച്ചും മാതാവിൻ്റെ കുടുംബത്തിലും മാതൃ തറവാട്ടിലുമൊക്കെ ഗുണകരമായ ഒരു അവസ്ഥയാണ് കാണുന്നത്. പുതിയ വാഹനം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കാം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. രോഗാവസ്ഥകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ശ്വാസകോശ സംബന്ധമായും അതുപോലെ തന്നെ ഈ ഹൃദയവും അതുപോലെ തന്നെ ഉദരവും തമ്മിൽ വേർപെടുത്തുന്ന ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8-ാം തീയതി സന്ധ്യ കഴിഞ്ഞ് 9-10 ദിവസങ്ങളാണ് താരതമ്യേന ഗുണമുള്ളതായി കാണുന്നത്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം തുടക്ക ദിവസങ്ങൾ വളരെ ഊർജ്ജസ്വലവും വളരെ കാര്യപ്രാപ്തി നിറഞ്ഞതുമാണെന്ന് കാണുന്നു. ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് ഉല്ലാസയാത്ര നടത്തുവാനോ അല്ലെങ്കിൽ സഹോദരന്മാരുടെയോ സഹോദരിയുടെയോ ഒക്കെ വിവാഹ മംഗള മുഹൂർത്തങ്ങളിൽ പങ്കുകൊള്ളാനോ സാധിക്കുന്നതായിട്ട് കാണുന്നു. പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കുന്നു. തങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളെ അത് നന്നായി സ്വാധീനിക്കുന്നതായിട്ട് കാണുന്നു. ചില ഹ്രസ്വയാത്രകൾ, വളരെ കുറഞ്ഞ യാത്രകൾ, അന്ന് പോയി അന്ന് തന്നെ തിരിച്ചു വരുന്ന ചില യാത്രകൾ നടത്തുകയും അത് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ഗുണമുണ്ടാക്കുകയും ചെയ്യുന്നതായി കാണുന്നു. അടുത്ത സുഹൃത്തുക്കളോ സഹോദര സ്ഥാനത്തുള്ളവരോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ ഇവരുടെ പ്രവർത്തന രംഗങ്ങളെയും സാമ്പത്തികമായ എന്തെങ്കിലും അപര്യാപ്തത ഉണ്ടായിരുന്നെങ്കിൽ അതിനെയും പരിഹരിക്കുന്ന മട്ടിൽ സഹായിക്കുന്നതായി കാണുന്നുണ്ട്. ഇവരുടെ എടുത്തുചാട്ടം പോലുള്ള സ്വഭാവങ്ങൾക്ക് കുറച്ചുകൂടി ഒരു മമത കൈവരുന്നതായി കാണുന്നു, പക്വത കൈവരുന്നതായി കാണുന്നു. അത് കർമ്മരംഗത്തെ നന്നായി സ്വാധീനിക്കുന്നതായിട്ട് കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾക്കത്ര നല്ലതല്ല. പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായ കാര്യത്തിലാണ് പ്രശ്നം കാണുന്നത്. അതുകൊണ്ട് തന്നെ പഠന സംബന്ധമായ കാര്യങ്ങളിൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് ഒരല്പം താല്പര്യക്കുറവ് കാണുന്നതായിട്ട് വരുന്നുണ്ട്. ഏതായാലും തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ നല്ലതാണ്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളാണ് 2-ാം പകുതിയേക്കാൾ കൂടുതൽ ഗുണകരം. സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ അതിൻ്റെ ദിശാമാറ്റം ഉണ്ടാകുന്ന വിധത്തിൽ ചില പുതിയ ആശയങ്ങൾ സ്ഥാപിക്കലുമൊക്കെ കാണുന്നു. ഏറ്റവും അടുത്ത വ്യക്തികൾ, അഭ്യുദയകാംക്ഷ
അഭ്യുദയകാംക്ഷികൾ, ബന്ധുക്കൾ, സഹോദര സ്ഥാനത്തുള്ളവർ ഇതൊക്കെ ഇവരെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ആശയസംബന്ധമായ കാര്യങ്ങളിലും അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തന മണ്ഡലത്തിലും നല്ല സ്വാധീനം ചെലുത്തുന്നതായി കാണുന്നുണ്ട്. ഭാവിയിൽ സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുന്ന മട്ടിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലോ അല്ലെങ്കിൽ ചെയ്യുന്ന സംരംഭങ്ങളിലോ സ്വകാര്യ സംരംഭങ്ങളിലോ ഒക്കെ വൻ വിജയമുണ്ടാകുന്ന തരത്തിലായി മാറുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദര സ്ഥാനത്തുള്ളവർക്ക് ശാരീരികമായ അവശതയോ ഏതെങ്കിലും വിധത്തിലുള്ള അവർക്ക് അപകട സാധ്യതകളോ കാണുന്നുണ്ട്. അഗ്നിയുമായും ഇലക്ട്രിസിറ്റിയുമായും ഇടപെടുമ്പോഴും യന്ത്ര ഉപകരണങ്ങൾ വഴി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴുമൊക്കെ വളരെ ശ്രദ്ധിച്ചു കൊള്ളണമെന്ന് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4-ാം തീയതി 10 മണി കഴിഞ്ഞ് 5-6 ഉച്ച വരെ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളായിട്ടാണ് കാണുന്നത്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ ദിവസങ്ങൾ അത്ര ഗുണകരമല്ലെങ്കിലും പിന്നീട് വരുന്ന ദിവസങ്ങൾ ആണ് കൂടുതൽ ഗുണകരമായിട്ട് കാണുന്നത്. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യത്തെ 1.5-2 ദിവസങ്ങൾക്ക് ശേഷം വരുന്ന ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. അത് ഇവരെ അതുവരെ ഉപേക്ഷിക്കുകയും അതുവരെ ഇവരുടെ പ്രവർത്തനങ്ങളിൽ ഒരു താല്പര്യവും കാണിക്കാതിരുന്നവർ വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തനങ്ങളോട് മമത പ്രഖ്യാപിക്കുകയും ഇവരുടെ സാമ്പത്തിക കാര്യങ്ങളിലും ഇവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലും ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലും പോസിറ്റീവായി ഇടപെടുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വളരെ സഹായകരമായി മാറുന്നതായിട്ടാണ് കാണുന്നത്. സഹോദര സ്ഥാനത്തുള്ളവരോ ബന്ധുക്കളോ ഒക്കെയാണ് ഇവരെ സഹായിക്കുന്നതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ചില സ്ത്രീകൾ അധികാര സ്ഥാനത്തുള്ളവർ അതൊക്കെ ഇവരുടെ കാര്യങ്ങളിൽ ഈ ബിസിനസ് സംബന്ധമായോ ജോലി സംബന്ധമായോ കാര്യങ്ങളിലൊക്കെ കൈവിട്ട് സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതും ഗുണകരമായി വരുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ മാതാവിനത്ര നല്ലതല്ല. അതുപോലെ വാഹനവുമായി ബന്ധപ്പെട്ടും ചില അപകട സാധ്യതകൾ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും പ്രായപൂർത്തി ആയിട്ടുണ്ടെങ്കിലും ലൈസൻസിനും വണ്ടി ഓടിക്കുന്നതിനുമൊക്കെ നിയമപരമായി സാധുതയായിട്ടുണ്ടെങ്കിലും അത്തരം വ്യക്തികൾ വാഹനം ഓടിക്കുന്നത് വഴി ഈ മിഥുനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉത്തരവാദിത്വ സംബന്ധമായ നിയമപരമായ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ അപകട സാധ്യതയോ വാഹനത്തിൽ നിന്നുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരെ പ്രായം കുറഞ്ഞവരെ അല്ലെങ്കിൽ അത്രവണ്ണം അനുഭവ പരിചയമില്ലാത്തവരെയൊന്നും കൊണ്ട് വാഹനം ഓടിക്കുന്നത് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ നല്ലതല്ല എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ മാതാവുമൊത്ത് യാത്ര ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധ വേണമെന്ന് കാണുന്നു. വീട് മാറ്റം കാണുന്നുണ്ട്. അതുപോലെ വാഹനത്തിനും മാറ്റം വരാം. ഇതാണ് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ. ആഴ്ചയുടെ ആദ്യ ദിവസങ്ങൾ വളരെ സൂക്ഷിക്കണം. ആളുകളോട് ഇടപെടുമ്പോഴും വാക്കുപയോഗിക്കുമ്പോഴുമൊക്കെ ശ്രദ്ധിക്കണം. സാമ്പത്തികമായി കബളിപ്പിക്കപ്പെടാം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. എന്നാൽ അത് കഴിഞ്ഞു വരുന്ന ദിവസങ്ങൾ ഇവർക്ക് വളരെ നല്ലതാണ്. നല്ല സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും സ്വന്തം പ്രവൃത്തിയിൽ അങ്ങേയറ്റത്തെ ആത്മവിശ്വാസവും ഉണ്ടാകുന്നതായി കാണുന്നു. മിഥുനക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6 ഉച്ച കഴിഞ്ഞ് 7, 8 പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അടുത്തത് കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളവും തുടക്ക ദിവസങ്ങളും ആഴ്ചയുടെ അവസാന ദിവസങ്ങളുമാണ് കൂടുതൽ ഗുണകരം. ഇടയ്ക്ക് വരുന്ന ഒരു 1-2 ദിവസത്തോളം അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും അത് തങ്ങളുടെ സ്വന്തം നാവ് തന്നെ ശത്രുവായി വരുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഏറ്റവും അടുത്ത സുഹൃത്ത് പോലും ചിലപ്പോൾ ശത്രുവായി മാറിയേക്കാം. സ്വന്തം കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ മനസ്സോ പ്രവൃത്തിയോ വഷളാകുമ്പോഴാണ് ഏറ്റവും അടുത്ത സുഹൃത്തും അല്ലെങ്കിൽ ബന്ധുക്കളുമൊക്കെ തിരിഞ്ഞു കൊത്തുന്നത്. അതും കൂടെ മനസ്സിലാക്കണം. അതുകൊണ്ട് കൃത്യമായി തങ്ങളുടെ പെരുമാറ്റം, തങ്ങളുടെ വാക്ക് അത് നന്നായി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ആഴ്ചയുടെ ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷം. സാമ്പത്തികമായ നേട്ടം തുടക്ക ദിവസങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. അതുപോലെ വിരുന്ന് സൽക്കാരങ്ങളിൽ പങ്കുകൊള്ളുക, നല്ല ഭക്ഷണം കഴിക്കാൻ ഇടവരിക, അതുപോലെ തന്നെ പുതുവസ്ത്രം ധരിക്കാൻ ഇടവരിക, നല്ല ഭവനത്തിൽ താമസിക്കുക ഒക്കെ കാണുന്നുണ്ട്. നല്ല പുതുമയുള്ള അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണ് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ. പിന്നീട് ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവരുടെ കർമ്മരംഗത്തുള്ള ഇവരുടെ വിജയമാണ് കൂടുതൽ കാണുന്നത്. പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ശുഷ്കാന്തിയും ചുറുചുറുക്കും കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് വെറുതെ ശുഷ്കാന്തിയും ചുറുചുറുക്കുമല്ല, കാര്യവിവരത്തോടു കൂടിയുള്ള കൃത്യമായി തങ്ങളുടെ പ്രവർത്തന മേഖലയെക്കുറിച്ച് അറിയുന്ന ബോധത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും അത് അവരുടെ കർമ്മത്തെ കൂടുതൽ പുഷ്ടി പ്രാപിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഏറ്റവും നന്നായി തങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ശോഭിക്കുന്നതായി കാണുന്നു. അടുത്ത സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, സഹോദര സ്ഥാനത്തുള്ളവർ, അഭ്യുദയകാംക്ഷികൾ ഇതൊക്കെ ഇവരോടൊത്തു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയം, കൂടുതൽ ഉല്ലാസത്തോടു കൂടി, കൂടുതൽ ആശയ ചാതുര്യത്തോടു കൂടി, കൂടുതൽ ഉത്സാഹ മനസ്സോടുകൂടി തങ്ങളുടെ പ്രവർത്തന രംഗത്തെ സമീപിക്കുന്ന ഒരു അവസ്ഥ കാണുന്നു. മനസ്സിൻ്റെ ആശങ്കകളൊക്കെ അകറ്റി
കൂടുതൽ നന്നായി കാണുന്നു. എന്നാൽ ഇടയ്ക്കുള്ള 2 ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അയൽക്കാരുമായും അതുപോലെ അടുത്ത സുഹൃത്തുക്കളുമായൊക്കെ തെറ്റാനുള്ള സാധ്യത, വാഗ്വാദത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ ഈ നടുക്ക് വരുന്ന ദിവസങ്ങളിൽ മുഖരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. മോണ, പല്ല്, മുഖം, നെറ്റിത്തടം, കണ്ണ്, ചെവി ഈ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകാം. ത്വക്ക് സംബന്ധമായ രോഗവും ഉണ്ടാകാം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4-ാം തീയതി 10 മണി കഴിഞ്ഞ് 5-6 ഉച്ചവരെയും ശേഷം 8 സന്ധ്യ കഴിഞ്ഞ് 9-10 ദിവസങ്ങളും താരതമ്യേന ഗുണമുള്ളതാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഇവരുടെ ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളും അവസാന ദിവസങ്ങളും ഗുണകരമല്ല എന്ന് കാണുന്നു. പൊതുവെ ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും പെട്ടെന്ന് ആശങ്കയുണ്ടാവുകയും മനസ്സിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ താളം വല്ലാതെ വർദ്ധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട്. ആശങ്കകളും തടസ്സങ്ങളും കാണുന്നു. സാമ്പത്തികമായ വരവ് മാത്രമാണ് ഇവർക്കിപ്പോൾ കൃത്യമായ ഒരു അനുഗ്രഹമായിട്ടുള്ളത്. സാമ്പത്തികമായ വരവോ പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കലോ ഒക്കെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ആസ്വാദ്യകരമായി ആസ്വദിക്കാൻ തക്കവണ്ണമുള്ള ഈ നേട്ടങ്ങൾ ആസ്വദിക്കാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സ് ഇപ്പോൾ ഇവർക്കില്ലാതെ പോകുന്നു. പല വിധത്തിലുള്ള പ്രശ്നങ്ങളാൽ ഇവരുടെ മനസ്സ് ആകെ ആശങ്കാഭരിതമായിരിക്കുകയാണ്. തൊട്ടടുത്ത നിമിഷം പരാജയമോ തൊട്ടടുത്ത നിമിഷം തങ്ങൾക്കെതിരായി കനത്ത എന്തൊക്കെയോ സംഭവിക്കുമെന്നുള്ള ആശങ്കകൾ ഇവരെ വരിഞ്ഞു മുറുക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും 7-ൽ രാഹുവും ജന്മത്തിൽ കേതുവും അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഈ ദോഷങ്ങളുണ്ട്. 6-ാം ഭാവത്തിൽ ഇപ്പോൾ 5-ൽ സഞ്ചരിക്കുന്ന ചൊവ്വയും ശുക്രനും ബുധനും, 5-ലെ ശുക്രൻ ഗുണം ചെയ്യും, ഭാഗ്യം ചെയ്യും. 5-ലെ ബുധനും ചൊവ്വയും ഒക്കെ ദോഷമാണ് ചെയ്യുക. സൂര്യനും ദോഷമാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സന്താനങ്ങൾക്ക് രോഗപ്രശ്നങ്ങൾ ഉണ്ടാകാം, ഭാഗ്യത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാം. തങ്ങളുടെ ബുദ്ധിയിൽ ഇപ്പോൾ ഉദിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ബാലിശവും അതുപോലെ തന്നെ പെട്ടെന്ന് സാധ്യമാകാൻ സാധിക്കാത്തതുമാകാം. ചില ഉട്ടോപ്യൻ ആശയങ്ങളിലൂടെ കടന്നു പോകാം. എന്നാലും പണം അതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്പം തടസ്സത്തിന് ശേഷമെങ്കിലും സാധ്യമാകുക എന്ന അവസ്ഥ ഈശ്വരാധീനം കൊണ്ട് സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ ഇപ്പോൾ ഇവർക്ക് സാധ്യമാകുന്നൊരവസ്ഥ കാണുന്നുണ്ട്. അതുതന്നെയാണ് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ ഏറ്റവും ആശ്വാസകരമായ ഒരവസ്ഥയും. അതുകൊണ്ട് പൊതുവേ ഈ ആഴ്ചയിൽ ഇവർക്ക് തുടക്ക ദിവസങ്ങൾ സാമ്പത്തികമായ അമിത ചെലവിൻ്റെ ദിവസമാണ്. ആദ്യത്തെ 1.5-2 ദിവസങ്ങൾക്ക് ശേഷം ഇവർക്ക് സാമ്പത്തിക ഗുണവും പ്രവർത്തനങ്ങളിൽ വിജയവും തങ്ങളെക്കുറിച്ച് തന്നെ അവസാന ദിവസങ്ങൾ തങ്ങളോട് തന്നെയും അതുപോലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളോടുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ വഴിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലോ ഒക്കെ കലഹമോ ഉണ്ടാകാം. ചിലപ്പോൾ അത് വാക്കേറ്റമാകാം. പ്രത്യേകിച്ചും തങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ആൾക്കാരുമായി ചില കലഹം വല്ലാത്ത രീതിയിൽ ഉണ്ടാകാം. ആശയസംബന്ധമായ കാര്യങ്ങളിൽ കടുത്ത വിരോധമുണ്ടാകാം. അതൊക്കെ വഴക്കിനോ മറ്റു പ്രശ്നങ്ങൾക്കോ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ത്രോട്ട്, കീഴ്ത്താടി ഈ ഭാഗങ്ങളിലൊക്കെ വേദനയോ അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യത, നീരിളക്കത്തിൻ്റെ സാധ്യതയും ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ഉദരവും ശ്രദ്ധിക്കണം. ഉദരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6 ഉച്ച കഴിഞ്ഞ് 7-8 സന്ധ്യ വരെയും താരതമ്യേന ഭേദപ്പെട്ട ദിവസങ്ങളാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങൾ സാമ്പത്തികമായി നല്ല നേട്ടമാണ് കാണിക്കുന്നത്. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ മനസ്സിന് തൃപ്തി നൽകുന്ന ഇടങ്ങളിൽ പോവുകയും മനസ്സിന് സന്തോഷം നൽകുന്ന ആളുകളോടൊത്ത് സഹവസിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. തണുപ്പ് ഉള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും നദീതടങ്ങളോ അല്ലെങ്കിൽ സമുദ്രമോ ഒക്കെ ഉള്ള സ്ഥലത്തിനടുത്ത് എവിടെയെങ്കിലും താമസിക്കുക. സ്വാതന്ത്ര്യം, സമാധാനം ഇതൊക്കെ കൈവരിക ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കാണുന്നു. ആദ്യ ദിവസങ്ങളിൽ സാമ്പത്തിക നേട്ടവും പ്രവർത്തനങ്ങളിൽ വിജയവും കാണുന്നു. എന്നാൽ തൊട്ടടുത്ത് വരുന്ന ദിവസങ്ങൾ, അതായത് ഈ അവസാന ദിവസങ്ങളുടെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ, ആഴ്ചയുടെ അവസാന ദിവസങ്ങളുടെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ അങ്ങേയറ്റത്തെ ചിലവുണ്ടാകുമെന്ന് കാണുന്നു. പ്രത്യേകിച്ചും ഇവരുടെ പിതാവിനോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗങ്ങളെ കേന്ദ്രീകരിച്ചുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് പരിഹൃതം എന്ന നിലയിൽ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്കോ പണം ചിലവഴിക്കേണ്ടി വരുമെന്ന് കാണുന്നു. പിതാവിന് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളുണ്ടാവാം. അതിനുവേണ്ടി സമയവും പണവും ചിലവഴിക്കേണ്ടി വന്നേക്കാം. തുടക്ക ദിവസങ്ങളിൽ കിട്ടുന്ന സാമ്പത്തിക നേട്ടം പിന്നീട് വരുന്ന ദിവസങ്ങളിൽ ഈ അമിത ചിലവിലൂടെ കുറച്ചെങ്കിലും കടന്നു പോകും. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ വീണ്ടും ശക്തമായ രീതിയിൽ ഇവരിലേക്ക് ധനാഗമ മാർഗം വരുന്നുണ്ട്. അത് തങ്ങളുടെ പ്രവർത്തനങ്ങളിലെ വിജയവും തങ്ങളിലുണ്ടാകുന്ന മതിപ്പ് കൊണ്ട് മറ്റുള്ളവർ നൽകുന്നതുമാകാം. ഏതായാലും പൊതുവെ ഈ ആഴ്ച സാമ്പത്തിക നേട്ടത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തനങ്ങളിലെ മികവിൻ്റെ കാര്യത്തിലും ആഗ്രഹിച്ച കാര്യങ്ങൾ നേടുന്ന കാര്യത്തിലും ഇവർക്ക് ഗുണമാണ്.
ആഴ്ചയുടെ അവസാന ദിവസങ്ങൾക്ക് തൊട്ടു മുമ്പുള്ള ദിവസങ്ങൾ പിതാവിന് ആരോഗ്യ സംബന്ധമായി പ്രശ്നം വരാം. ഈ നക്ഷത്രക്കാർക്കും പ്രശ്നം വരാം. ഇവർക്ക് ഈ കന്നിക്കൂറിൽപ്പെട്ടവർക്ക് കൊളസ്ട്രോളോ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളോ പ്രായഭേദമനുസരിച്ചുണ്ടാകുന്ന മറ്റ് അസ്വസ്ഥതകളോ ഉണ്ടെങ്കിൽ അതിന് അല്പം മൂർച്ഛിച്ച അവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട്. താരതമ്യേന പ്രായം കുറഞ്ഞവർക്ക് ഇത്തരം അവസ്ഥകൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കൊഴുപ്പ് നിറഞ്ഞ ആഹാരം, അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ, ഇതൊക്കെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറയുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4-ാം തീയതി 10 മണിക്ക് ശേഷം 5-6 ഉച്ചവരെയും ശേഷം 8 സന്ധ്യ കഴിഞ്ഞ് 9-ഉം 10-ഉം താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളെല്ലാം തന്നെ ഗുണകരമാണ്. അവസാനത്തെ 2-2.5 ദിവസങ്ങൾ ചില യാത്രകൾ തെറ്റിപ്പോവുകയോ യാത്രകൾ ലക്ഷ്യത്തിലെത്താതെ പോവുകയോ അനാമത്ത് ചിലവുണ്ടാവുകയോ അല്ലെങ്കിൽ കൂടുതലായി ചിലവഴിക്കേണ്ടി വരികയോ ചെയ്യുന്നൊരവസ്ഥയെ കാണുന്നുള്ളൂ. എന്നാൽ ആദ്യത്തെ 5ഓളം ദിവസങ്ങൾ ഇവർക്ക് വളരെ ഗുണകരമാണ്. പ്രത്യേകിച്ചും പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ ശുഷ്കാന്തിയോടുകൂടി ഇവർക്ക് വ്യാപരിക്കാനും അതുപോലെ തന്നെ തങ്ങളുടെ കർമ്മമേഖല പഴയതിനേക്കാൾ കൂടുതൽ നന്നായി ഉയർത്തിക്കൊണ്ടുവരുവാനും അതിൽ നിന്ന് നല്ല സാമ്പത്തിക നേട്ടം കൈവരിക്കാനും സാധിക്കുന്നു. ഇവരുടെ കസ്റ്റമേഴ്സിന് ഇവരോടുള്ള മതിപ്പ് വർദ്ധിക്കുന്നു. ഇവരുമായി ബന്ധപ്പെട്ട് സർവീസ് ചെയ്യുന്ന സർക്കാർ സംബന്ധമായോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലോ ജോലി ചെയ്യുന്നവർക്ക് തൃപ്തികരമായ പരിഹാരമുണ്ടാകുന്നു, സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ആഴ്ചയുടെ തുടക്കത്തിലെ 5 ദിവസങ്ങൾ ഇവർക്ക് പ്രവർത്തന മേഖല സംബന്ധിച്ചും അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാന സംബന്ധമായ കാര്യം സംബന്ധിച്ചും വളരെ ഗുണകരമായൊരവസ്ഥയാണ് കാണുന്നത്. അഭിലഷിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നു. തങ്ങളുടെ സ്വത്ത് സംബന്ധമായോ പണസംബന്ധമായോ ഉള്ള കാര്യങ്ങളിൽ മനസ്സിന് തൃപ്തി വരുന്ന അവസ്ഥകൾ കൈവരുന്നു. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് സഹവസിക്കാനോ യാത്ര ചെയ്യാനോ ഉള്ള അവസരങ്ങൾ, ഇതെല്ലാം തന്നെ പോസിറ്റീവായ നീക്കങ്ങൾക്ക് വിധേയമാവുന്നു. പൊതുവെ ഗുണകരമാണ്. അവസാന ദിവസങ്ങളിൽ സാമ്പത്തികമായി കുറച്ച് ചിലവ് കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായി മാതാവിനോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ ശ്വാസകോശ സംബന്ധമായോ അല്ലെങ്കിൽ കഫപ്രകൃതിയുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടോ ഒക്കെ ആശുപത്രി വാസവും കാണുന്നുണ്ട്. ഈ തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6, 4-ാം തീയതി 10 മണിക്ക് ശേഷം 5, 6, 7, 8 സന്ധ്യ വരെയും ഗുണകരമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ആദ്യ 2 ദിവസങ്ങൾക്ക് ശേഷമുള്ള 3-4 ദിവസങ്ങളോളം വളരെ ഗുണകരമാണ്. ആദ്യ ദിവസങ്ങളിൽ പിതാവുമായോ അല്ലെങ്കിൽ തങ്ങൾ ഉദ്ദേശിച്ചിരുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിദേശവുമായി ഉള്ള യാത്രയോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ തന്നെ ചില പ്രത്യേക ലക്ഷ്യങ്ങൾ സാധൂകരിക്കാനുള്ള യാത്രയോ ചിലപ്പോൾ തടസ്സപ്പെട്ടെന്നിരിക്കാം. ഒന്നുകിൽ പിതാവിൻ്റെ ഇടപെടൽ കൊണ്ടോ അല്ലെങ്കിൽ പിതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് ഇടപെടേണ്ടി വരുന്നത് കൊണ്ടോ ഉണ്ടാകാവുന്ന ചില തടസ്സങ്ങളാണത്. എന്നാൽ തൊട്ടടുത്ത് വരുന്ന ദിവസങ്ങൾ, അതായത് ആഴ്ചയുടെ 2 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങൾ ഇവർക്ക് ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നേരെ വിപരീതമായ വിജയമാണ് കൈവരിക്കാൻ സാധിക്കുന്നത്. 1, യാത്രയ്ക്ക് ഉള്ള തടസ്സം മാറുന്നു. 2, ലക്ഷ്യബോധം ഇവർക്ക് കൃത്യമായി സാധൂകരിച്ച് കിട്ടുന്നു. സാമ്പത്തിക നേട്ടമുണ്ടാകുന്നു. പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ഇവർക്ക് ഇടപഴകാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ തങ്ങൾക്ക് അറിവുള്ള മേഖലയിൽ ഏറ്റവും നന്നായിട്ട് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കുന്നു. മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും നല്ല വാക്കുകൾ ഇവർക്ക് കിട്ടുന്നു പ്രവർത്തന സംബന്ധമായി. അതിൽ നിന്ന് വരുമാനവും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കൃത്യമായി ഇവരിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നു. അത് ചിലപ്പോൾ ലോട്ടറി അടിച്ചു വരുന്ന വരുമാനമാവാം, അല്ലെങ്കിൽ ഇവർ ഇടപെടുന്ന കാര്യങ്ങളിൽ താൽക്കാലികമായി കിട്ടുന്ന വരുമാനമാവാം, അല്ലെങ്കിൽ വായ്പ അനുവദിച്ച് കിട്ടുന്നതാവാം, അതല്ലെങ്കിൽ നിരന്തരമായി ചെയ്യുന്ന കർമ്മം വിജയത്തിലെത്തുകയും അതിൽ നിന്ന് തുടരെ കിട്ടുന്ന വരുമാനങ്ങളുടെ ഭാഗമായി വരുന്ന ധനവുമാകാം. ഏതായാലും ധനപരമായി വളരെ നേട്ടമാണ് ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങൾക്ക് ശേഷം കാണുന്നത്. പ്രവർത്തന വിജയം, സാമ്പത്തിക ലാഭം, യാത്ര കൊണ്ട് ഗുണം, മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കൽ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കൽ, അതുമായി തീരുമാനിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അനുകൂലമായ തുടക്കങ്ങൾ, ഇതെല്ലാം കാണുന്നുണ്ട്. ആരോഗ്യ സംബന്ധമായി ശ്രദ്ധിക്കേണ്ടത്, പിതാവിന് ആരോഗ്യ സംബന്ധമായ പ്രശ്നം വരാം. അതുപോലെ തന്നെ ഇവർക്കും ഈ ഹൃദയ സംബന്ധമായോ അല്ലെങ്കിൽ അരക്കെട്ട് സംബന്ധമായോ എന്തെങ്കിലും പ്രശ്നം വരാം. നട്ടെല്ലിന് ചെറിയ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. പ്രായഭേദമനുസരിച്ച് ഇതിന് വർദ്ധിക്കലുകളും കുറവുകളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6 ഉച്ച കഴിഞ്ഞ് 7, 8, 9, 10 ഗുണമുള്ള ദിവസങ്ങളാണ്.
അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമ രാശിയുടെ ഒരു പ്രത്യേക പ്രശ്നം ഇവർ കിടപ്പുണ്ട്. 7-ൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ടുള്ള അനുഗ്രഹം ഉണ്ടെങ്കിലും ഈ ആഴ്ചയിൽ തുടക്ക ദിവസങ്ങൾ ഇവർക്ക് വളരെ അപ്രതീക്ഷിതമായി അനാരോഗ്യമുണ്ടാകാം. അനാരോഗ്യം പ്രത്യേകിച്ച് നട്ടെല്ല് സംബന്ധമാണ്. നട്ടെല്ല് സംബന്ധമായോ അല്ലെങ്കിൽ ഈ വസ്തിപ്രദേശം എന്ന് പറയും, ഉദരം, കീഴുദരം, മോൻസ് വെനറിസ് ഭാഗങ്ങൾ, ഈ പാർശ്വഭാഗങ്ങൾ, അതുപോലെ തന്നെ മൂലാധാരത്തിൻ്റെ സ്ഥലങ്ങൾ, ഇവിടെയുമായി ബന്ധപ്പെട്ട് വായുക്ഷോഭത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രായഭേദമനുസരിച്ച് തേയ്മാനത്തിൻ്റെയോ ഒക്കെ ഫലമായിട്ട് ചലനത്തിന് ശേഷി കുറയുകയോ അല്ലെങ്കിൽ വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ. ഇതവരുടെ തൊഴിലിനെ ബാധിക്കാം, പ്രവർത്തനത്തെ ബാധിക്കാം. അന്ന് ചിലപ്പോൾ അവധിയെടുക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നന്നായിട്ട് ഇവർക്ക് ശോഭിക്കാൻ സാധിക്കാതെ വരാം. എന്നാൽ ഈ അപ്രതീക്ഷിത രോഗം അല്ലെങ്കിൽ അവസ്ഥ വരുന്ന ദിവസങ്ങളിലും ഇവർക്ക് വളരെ അപ്രതീക്ഷിതമായി ധനം വരാനും സാധ്യതയുണ്ട്. ഓർക്കാപ്പുറത്ത് ധനം ലക്ഷ്മി ദേവി ഇവരെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് ആഴ്ചയുടെ ആദ്യത്തെ 1-2 ദിവസങ്ങൾ. ചിലപ്പോൾ പണ്ട് വാങ്ങിക്കൊണ്ടുപോയ പണം ആരെങ്കിലും തിരിച്ചു തരുന്നതാവാം. അതല്ലെങ്കിൽ ഇവർ തന്നെ വായ്പയ്ക്കോ മറ്റോ അപേക്ഷിച്ചിരുന്നെങ്കിൽ അത് പൊടുന്നനവേ അനുവാദം കിട്ടി വരുന്നതാവാം. അതുമല്ലെങ്കിൽ ഇവർക്ക് ആരെങ്കിലും കൈ അയച്ച് സഹായിക്കുന്നതാവാം. അങ്ങനെ ലോട്ടറി അടിക്കുന്നതാവാം. നാനാവിധത്തിൽ ഇവർക്ക് ധനാഗമ മാർഗം ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. പലയിടത്തു നിന്നും ഒരുപാട് വരുന്നുവെന്നല്ല, അപ്രതീക്ഷിതമായി കുറേ പണം ഈ ഏതെങ്കിലും മാർഗത്തിലൂടെ കടന്നു വരാം. തൊട്ടടുത്ത ദിവസങ്ങൾ പിതാവിനത്ര നല്ലതല്ല. അതുപോലെ തന്നെ ഇവർക്കും ഈ പറയുന്ന നട്ടെല്ല് സംബന്ധമായ അസ്വസ്ഥതയ്ക്ക് കാരണമായ അവസ്ഥയെ കൃത്യമായി കണ്ടെത്തുകയും അതിനുവേണ്ടി ആശുപത്രിവാസമോ ഡോക്ടറെ പരിശോധിക്കുന്നതിന് പണം മുടക്കലോ ഒക്കെ വരും തൊട്ടടുത്ത ദിവസങ്ങളിൽ. എന്നാൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഇവർക്ക് ഇതൊക്കെ പരിഹരിക്കപ്പെടുകയും സാമ്പത്തികം കൃത്യമായി കിട്ടത്തക്കവണ്ണമുള്ള പ്രവർത്തന മേഖലകളിൽ നന്നായി ഇടപഴകാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തിക നേട്ടം, പ്രവർത്തനങ്ങളിൽ വിജയവും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിലാണ് കാണുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളോടൊത്ത് യാത്ര ചെയ്യുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോവുക, ഉല്ലാസയാത്ര നടത്തുക, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുക, ഭക്ഷണം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ നടക്കുന്നു. സന്തോഷകരമായ ദിവസങ്ങളാണ് ഈ അവസാനത്തെ 2-3 ദിവസങ്ങൾ. സാമ്പത്തിക ലാഭം, പ്രവർത്തനത്തിൽ വിജയവും എല്ലാം ഉണ്ടാകുന്നു. അതുകൊണ്ട് പൊതുവേ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാമെങ്കിലും ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ ഈ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഈ ആഴ്ചയിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 8-ാം തീയതി സന്ധ്യ കഴിഞ്ഞ് 9-10 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളാണ് ഏറ്റവും ഗുണകരം. അത് തങ്ങൾ പുതുതായി ചെയ്യാൻ പോകുന്ന, ഒരുമിച്ച് മറ്റ് ആൾക്കാരുമായി സമാന മനസ്സുള്ളവരുമായി ചേർന്ന് ചെയ്യുന്ന ചില സംരംഭങ്ങൾ അതിൻ്റെ ആദ്യത്തെ വിജയം കാണിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഒരവസ്ഥ കാണുന്നു. കുടുംബവുമൊത്ത് വിദേശത്ത് പോകുവാനോ കുടുംബവുമൊത്ത് ഉല്ലാസയാത്ര നടത്തുവാനോ സാധിക്കുന്നു. കുട്ടികളും ഭാര്യയും അല്ലെങ്കിൽ കുട്ടികളും ഭർത്താവുമൊത്ത് അടങ്ങുന്ന ഒരു ആഘോഷത്തിൻ്റെ സംഘമായി പോകാൻ സാധിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട വ്യക്തിയുമൊത്ത് സഞ്ചരിക്കാൻ സാധിക്കുന്നു. പ്രണയ സല്ലാപത്തിന് അവസരങ്ങൾ ഒരുങ്ങുന്നു. വിവാഹം മംഗളകരമായി നടക്കുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുന്നു. വീടിൻ്റെ ഏറ്റവും ശുഭകരമായ മുഹൂർത്തങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു. ഭവനവുമായി ബന്ധപ്പെട്ട് വാങ്ങണമെന്നോ പൂർത്തീകരിക്കണമെന്നോ അല്ലെങ്കിൽ മോടി പിടിപ്പിക്കണമോ എന്ന കാര്യങ്ങളിലൊക്കെ പോസിറ്റീവായ തീരുമാനങ്ങൾ ഉണ്ടാവുന്നു. അതുകൊണ്ട് പൊതുവേ ആഴ്ചയിൽ നല്ല മുഹൂർത്തങ്ങളുടെയും മംഗളകരമായ കാര്യങ്ങളുടെയും നിർവഹണം കൃത്യമായി നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ ആദ്യത്തെ 2.5 ദിവസങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായ അനാരോഗ്യ പ്രശ്നങ്ങളോ അപകടസ്ഥിതിയോ കാണുന്നുണ്ട്. പ്രത്യേകിച്ചും മകരക്കൂറിൽപ്പെട്ട പുരുഷന്മാർക്ക് അവരുടെ സ്ത്രീ ബന്ധങ്ങൾ വഴി അമ്മയോ സഹോദരിയോ മകളോ ഭാര്യയോ സ്ത്രീ സുഹൃത്തോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള അവശത അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇവർക്കും മനോവിഷമം കൈവരാം. എന്നാൽ ഈ ദിവസങ്ങളിലും സാമ്പത്തിക നേട്ടം ഇവരെ വിട്ടുപിരിയുന്നില്ല. സാമ്പത്തികം ഇവരോടൊപ്പം ഉണ്ടാകും. അൺഎക്സ്പെക്റ്റഡായിട്ട് ഇവർക്ക് പണം വന്നു ചേരുകയും ചെയ്യാം. ആഴ്ചയുടെ അവസാന ദിവസം ചില യാത്രകൾ ചിലപ്പോൾ തടസ്സപ്പെടാം. ചില യാത്രകൾ മാറ്റിവെക്കേണ്ടി വരാം. അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ചുള്ള കാര്യങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കേണ്ടതായി വരാം. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അത്ര നല്ലതല്ല. പൊതുവെ സംബന്ധിച്ചിടത്തോളം നട്ടെല്ല് സംബന്ധമായ പ്രശ്നമാണ് ആരോഗ്യ സംബന്ധമായി കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ആഴ്ചയിൽ മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4-5 തീയതി 10 മണിക്ക് ശേഷം 5-6 ഉച്ച വരെയും താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്.
അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചിടത്തോളവും ആഴ്ചയുടെ ആദ്യ പകുതി വളരെ ഗുണകരമായിട്ടാണ് കാണുന്നത്. നാളിതുവരെ തുടങ്ങാനിരുന്ന പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും മുടക്കമുണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ ആ മുടക്കമൊക്കെ മാറി കൃത്യമായ സഹവർത്തിത്വത്തോടുകൂടി സഹകരണത്തോടുകൂടി ഈവൻ നേരത്തെ ശത്രുക്കളായിരുന്നവർ പോലും മിത്രഭാവത്തിൽ വന്ന് ഇവരെ സഹായിക്കുന്നതായിട്ട് കാണുന്നു. കടബാധ്യതയിൽ നിന്ന് മോചനമുണ്ടാകുന്നു. രോഗാവസ്ഥകളിൽ നിന്നും ആലസ്യത്തിൽ നിന്നും മനസ്സു മാറി ചുണയോടുകൂടി കൂടുതൽ ഉത്സാഹത്തോടുകൂടി ശുഷ്കാന്തിയോടുകൂടി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കുന്നു. സാമ്പത്തികമായിട്ട് ഇവർക്കുണ്ടായിരുന്ന പരാധീനതയ്ക്ക് മാറ്റം വരുത്തക്കവണ്ണം സുഹൃത്തുക്കളോ അധികാരവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ ധനകാര്യ സ്ഥാപനങ്ങളോ ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നതായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നു. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുന്നു. ശത്രുഭാവത്തിൽ നിന്നിരുന്നവർ തിരിച്ചു വരുന്നു. മൈത്രീഭാവം പുനഃസ്ഥാപിക്കപ്പെടുന്നു. പ്രണയബന്ധത്തിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നു. വീണ്ടും പൂവണിയുന്നു. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതായിട്ട് കാണുന്നു. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ അൺഎക്സ്പെക്റ്റഡായിട്ട് ചില സംഭവങ്ങൾ വരാം. ചിലപ്പോൾ ഇവരുടെ തന്നെ ചില സ്ത്രീ സൗഹാർദ്ദങ്ങൾ ഈ കുംഭക്കൂറിൽപ്പെട്ട പുരുഷ നക്ഷത്രന്മാർക്ക് പാരയായി വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതൊക്കെ പരിഹരിക്കപ്പെടും ആഴ്ചയുടെ അവസാന ദിവസം എന്ന് കാണുന്നുണ്ട്. തൽക്കാലം ആഴ്ചയുടെ അവസാന ദിവസത്തെ ഒരു ദിവസമെങ്കിലും ഇവരുടെ മനസ്സിനെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ചില അസ്വസ്ഥതകൾ ഉണ്ടാവാം. ചിലപ്പോൾ അത് അപകട സംബന്ധമായ കാര്യങ്ങളാവാം ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക്, അതല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നമാവാം. എന്നാലും ധനപരമായി ഒട്ടും ദോഷമല്ല. ആഴ്ചയുടെ ഈ അവസാന ദിവസങ്ങളിലും ഇവർക്ക് ലോട്ടറി വരെ അടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഈ ആഴ്ച ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4-10 തീയതി 10 മണിക്ക് ശേഷം 5, 6, 7, 8 തീയതി സന്ധ്യ വരെയും ഗുണകരമാണ്. അടുത്തത് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ, അതായത് രണ്ടാം പകുതിയാണ് കൂടുതൽ ഗുണകരം. ആദ്യ പകുതിയിൽ സന്താനങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ കാര്യത്തിലോ പഠന സംബന്ധമായ കാര്യത്തിലോ ഈ മീനക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് മനോവിഷമം തരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ തന്നെ ആശയപരമായ കാര്യങ്ങൾ വേണ്ടത്ര വിജയിക്കണമെന്നില്ല ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ. അത് ഏതെങ്കിലും തരത്തിലുള്ള നൈരാശ്യമോ അല്ലെങ്കിൽ മനോവിഷമമോ ഇവർക്ക് സമ്മാനിക്കാം. എന്നാൽ തൊട്ടടുത്ത് വരുന്ന ദിവസങ്ങൾ ഒരുപക്ഷത്തെ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ദോഷങ്ങളെപ്പോലും കവച്ചു വെച്ചുകൊണ്ട് കൂടുതൽ വിജയം ഇവർക്ക് സമ്മാനിക്കുന്നതായി കാണാം. തങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ടായിരുന്ന ആ ഒരു മറ അല്ലെങ്കിൽ ബുദ്ധിയിലുണ്ടായിരുന്ന ആ ഒരു വെളിച്ചക്കുറവ് അത് കുറച്ചുകൂടി ദീപ്തമാകുന്നു. അതുകൊണ്ട് തുടർന്നു വരുന്ന ദിവസങ്ങൾ ഇവർക്ക് ഏറ്റവും കാര്യക്ഷമമായി ശുഷ്കാന്തിയോടുകൂടി തങ്ങളുടെ പ്രവർത്തന രംഗത്ത് ഇടപെടാൻ സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ പ്രകാശമാനമാകുന്നു അവരുടെ കർമ്മരംഗം. അത് സാമ്പത്തികമായ വർധനവിന് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ വളരെ ഗുണം നൽകുന്നു. വിദേശയാത്ര പോവുകയോ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോവുകയോ ചെയ്യുന്നു. ഇഷ്ടപ്പെട്ട വ്യക്തികളുമൊത്ത് സഞ്ചാരം നടത്തുന്നതായി കാണുന്നു. പ്രണയത്തിന് സാഫല്യം കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നു. ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന സമാന മനസ്സുള്ള സംരംഭങ്ങൾ കൂടുതൽ വിജയത്തിലെത്താൻ സാധ്യതയുണ്ട് ഈ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ. പ്രവർത്തന വിജയം, സാമ്പത്തിക നേട്ടം, ലക്ഷ്യബോധമുള്ള കാര്യങ്ങളിൽ വിജയം, അതുപോലെ തന്നെ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും പ്രണയ സംബന്ധമായ കാര്യങ്ങളിലും മനസ്സിന് തൃപ്തി വരുന്ന തരത്തിൽ സന്തോഷം നൽകുന്ന തരത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങളുടെ പഠന സംബന്ധമോ ആരോഗ്യ സംബന്ധമായ കാര്യമാണ് തുടക്ക ദിവസങ്ങളിൽ മനോവിഷമം ഉണ്ടാക്കുന്നത്. ഇവരുടെ തന്നെ മനോവിഷമത്തിന് കാരണം മറ്റൊന്ന് ഇവരുടെ തന്നെ ആശങ്കകളും കൂടിയാണെന്ന് കാണുന്നു. അകാരണമായ ഭയവും BP പോലുള്ള അസുഖങ്ങൾ വർദ്ധിക്കാനൊക്കെ കാരണമാക്കുന്നതായി കാണുന്നു. ഹൃദയ സംബന്ധമായ പ്രശ്നമോ BP സംബന്ധമായ പ്രശ്നമോ നേരത്തെ ഉള്ളവർക്ക് അത് വർദ്ധിക്കാം. പ്രായഭേദമനുസരിച്ച് അതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എന്നാലും പൊതുവെ രക്തസമ്മർദ്ദത്തിൻ്റെ അസുഖമുള്ളവർ, കൊഴുപ്പ് നിറഞ്ഞ ആഹാരം കഴിക്കുന്നവർ, എക്സസൈസോ യോഗമുറകളോ ചെയ്യാത്തവർ ഇവരൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് എന്ന് കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 6 തീയതി ഉച്ചകഴിഞ്ഞ് 7, 8, 9, 10 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരമുള്ളവർ. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധിയോടുകൂടി കറുത്ത വസ്ത്രം ധരിക്കുക. കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. അതുപോലെ ശനീശ്വരൻ്റെ ക്ഷേത്രത്തിലോ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലോ ധർമ്മശാസ്താവിൻ്റെ അമ്പലത്തിലോ പോയി വഴിപാടുകൾ കഴിപ്പിക്കുക. നീരാഞ്ജനം കഴിപ്പിക്കാം. അതുപോലെ കടുംപായസം കഴിപ്പിക്കാം. കറുത്ത പട്ടുവസ്ത്രം സമർപ്പിക്കാം. ഓം നമോ നാരായണായ എന്ന് ജപിക്കുക വ്യാഴദോഷ പരിഹാരത്തിനായി. വ്യാഴദേവനെ അതായത് വിഷ്ണുദേവനെ ബൃഹസ്പതി മന്ത്രം ജപിക്കാം. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പെട്ട് സമർപ്പിക്കാം. പാൽപ്പായസ നൈവേദ്യം, നെയ്വിളക്ക് കത്തിക്കൽ എല്ലാം നല്ലതാണ്. ജപിക്കുക ഓം നമോ നാരായണായ. അതുപോലെ ഏറ്റവും ഉത്തമമാണ് നാഗദോഷ പരിഹാരങ്ങൾ ചെയ്യുന്നത്. നൂറും പാലും കൊടുക്കുക. അതുപോലെ
സർപ്പപ്പാട്ട് പാടിപ്പിക്കുക, അങ്ങനെ സർപ്പങ്ങൾക്ക് ചൈതന്യം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുക. നാഗദോഷങ്ങളുടെ പരിഹാരത്തിനായിട്ട് ഇതൊക്കെയാണ് ഏറ്റവും നല്ലത്. ആയില്യം നാളിനോ പക്കനാളിനോ ഒക്കെ ചെയ്യാം. അതുപോലെ കേതുദോഷ പരിഹാരത്തിനായി ഓം ഗം ഗണപതയെ നമ അല്ലെങ്കിൽ ഓം ശ്രീ മഹാഗണപതയെ നമ എന്ന് ജപിക്കുക. ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുക, കറുകമാല അർപ്പിക്കുക, ഉണ്ണിയപ്പ നിവേദ്യം എല്ലാം വളരെ ഉത്തമം. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.